ആ കീഴാറൂത്തിന് പണ്ട് പോയതാ ഇതുപോലെയായിരുന്നു. ഈ കാട്ടുകളന്മാരുടെ കയ്യിൽ തോക്കൊക്കെ കാണും. അമ്മ ചിലപ്പോൾ വെടി വെച്ചിടുമായിരിക്കും. ഇവിടെ ഒരു കൂട്ടുകാരൻ അന്ന് ഒരു മലഞ്ചെരുവിൽ നിന്ന് ഉരുണ്ട് താഴത്തേക്ക് പോയി. പിന്നെ ഇത് കറക്റ്റ് ഒരു മൃഗത്തിൻ്റെ കാൽപ്പാടാ. ഓ ദാറ്റ്സ് ലൈഫ്. അല്ലാതെ അത് കഴിച്ചാൽ നമുക്ക് എന്ത് സാധനം വെള്ളം കുടിച്ചാലും ഒക്കെ നല്ല മധുരം തോന്നിക്കും. ഇന്ന് നമ്മളൊരു പ്ലേസിലേക്ക് പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലായിടത്തേക്കും പോണത്. അപ്പോൾ അവിടെ ഒരു ടവർ പോലൊരു സാധനം പണിത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ മേളിൽ കയറി നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ കാണാം. അവിടെ വരെ നമ്മൾ ബസ്സിനാട്ടോ പോണേ. ആ കാസ്റ്റിൽ കാണാൻ പോയ പോലെ തന്നെ കുറേ നടക്കാനുണ്ട്. അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്കുള്ള വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.25 മണിക്കൂർ നമുക്ക് വണ്ടിയിലിരിക്കണം. ഇന്ന് നമ്മൾ അത്യാവശ്യം പ്രിപ്പയർഡ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. വെള്ളം, കുട, പിന്നെ നമ്മൾ കഴിക്കാനുള്ള ഓറഞ്ച്, അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു. ഇന്നത്തെ കാലാവസ്ഥ നല്ല കേട്ടോ കഴിഞ്ഞ ദിവസത്തേക്കാളും. കഴിഞ്ഞ ദിവസം കാറ്റും മഴയും അങ്ങനെയൊക്കെ അല്ലായിരുന്നു. നല്ല തെളിച്ചമാണ് രാവിലെ. ഇനി എങ്ങനെയാകും എന്താവും എന്നറിയത്തില്ല. എന്നാണെങ്കിലും നമ്മൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് മല കയറാൻ വേണ്ടിയിട്ട് പോകണം. എങ്ങോട്ടത് നോക്കണല്ല. ഇവിടുന്ന് എങ്ങോട്ടോ കയറി പോകാനാണ് ഉള്ളിലേക്ക്, മേളിലേക്ക്. നമുക്കിത് ഇതിലെയാണ് കയറി പോകാനുള്ളത്. ഹിമൽബർഗ്. ഒരു കയ്യാണി കൂടെ വെള്ളം ഒഴുകുന്നുണ്ടോ? നമ്മൾ നടന്നു വന്ന വഴിയിൽ ആദ്യം കാണുന്ന സംഭവമാട്ടോ ഇത്. വെള്ളം നോക്ക്, ക്ലിയർ വെള്ളം. നല്ല തണുപ്പുമായിരിക്കും കേട്ടോ. മീനൊന്നും കാണാനില്ല. ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ കേട്ടോ ഇത് ഒഴുകി ഇങ്ങനെ പോണത്. നമ്മുടെ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കൂടായി, അതായി, ഇതായി. ഇതിനകത്തൊന്നും ഒരു സാധനം പോലും ഇത്രയും കുറേ നമ്മൾ വന്നു, ഇത്രയും വന്നിട്ടും കാണാനില്ല. ഇതേ കാണുന്ന കുന്നിൻ്റെ മണ്ടയിലെങ്ങാനും ആയിരിക്കും കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം. ഇത് അവിടെ അങ്ങ് കാണുന്ന കേട്ടോ. നമ്മളത് ഇപ്പോൾ ഒരു ചേട്ടൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് അവിടെയാണെന്നും പറഞ്ഞിട്ട് കേട്ടോ. അങ്ങ് മണ്ടയ്ക്ക് കയറണം. ന്യായമായിട്ട് നടക്കാനുണ്ടെന്ന് കേട്ടോ. കുറേ ഉണ്ട്. അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ കാറ്റാടിക്കടവൊക്കെ പോലെ വണ്ണപ്പുറം സൈഡിൽ നിന്ന് കയറി അതുപോലെ ആ ഒരു ചെറിയൊരു ട്രിപ്പ്. പക്ഷേ വേറെ കേസ് എന്നാന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉള്ളൂ. പിന്നെ അവിടുത്തെ പോലെയല്ല, ഭയങ്കര നിശബ്ദമായിട്ടുള്ള സ്ഥലം. ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഒരു വില്ലേജിൽ താമസിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അടുത്തൊരു ചെറിയൊരു പെട്ടിക്കട വേണം. അത്യാവശ്യം വേണ്ട ചെറിയ സാധനങ്ങൾ മേടിക്കാൻ. ഇതേ കന്നഡ നമ്മുടെ ഒരു ഡ്രീം ഹൗസ്. നൈസായിട്ടുള്ളൊരു ഗാർഡൻ. ഒരു മീൻകുളത്തിൻ്റെ കുറവുണ്ട് ഞാൻ നോക്കിയിട്ട്. പിന്നെ കോഴിക്കൂടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട കയ്യാണിന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ പറയണേ കേട്ടോ. പല പേരുണ്ട് ഇതുപോലത്തെ ചെറിയ തോടിന്. നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നതെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങളിതിന് കയ്യാണി, കൈത്തോട് അങ്ങനെയൊക്കെ പറയും. കുറച്ചും കൂടി ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു വീടിൻ്റെ ഒരിതോ അങ്ങനെയൊന്നും ഇവിടെ നിന്നൊന്നും കാണാനില്ല. പിന്നെ വണ്ടികൾ എന്നാണേലും പോണ്ട്. മറ്റേ ഈ കണ്ടം പൊട്ടണ വണ്ടിയൊക്കെ ഇല്ല, അല്ല JCB, അതിൻ്റെയൊക്കെ ആ വീട്ടിലുള്ള കൊണ്ട് പാട് ട്രാക്ടറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു വീട്, എന്നിട്ട് കുറച്ച് കൃഷി പരിപാടികൾ, മീൻപിടുത്തം, സമാധാനം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈക്കിങ്. ദാറ്റ്സ് ലൈഫ്. അല്ലാതെ വണ്ടി, ബഹളം, ഒച്ചപ്പാട്. പന്നീനെ കണ്ടാൽ പന്നിക്ക് ഫീഡ് ചെയ്യരുതെന്നാണോ? പന്നി നമ്മളൊന്നും ചെയ്യാതായിട്ടിരുന്നാൽ മതിയായിരുന്നു. ന്യായമായിട്ട് ആൾക്കാർ വന്നൊരു സ്പോട്ടാണ് എന്നാ പറഞ്ഞാലും. ഡീപ്പ് ഫോറസ്റ്റ്. പന്നിയുണ്ടെന്ന് എന്നാണേലും ഉറപ്പായി. കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ ലോക സീനാണ്, നിസ്സാരക്കാരനല്ല. പുള്ളി വന്നിട്ട് ഒരു ഇടി തന്നാൽ പടമാവും. നാട്ടിൽ വെച്ച് നാൾ കൂട്ടുകാരനെ പന്നി കാട്ടിലിട്ട് ഓടിച്ച കേസ് പുള്ളി പറഞ്ഞത് മൈൻഡിലേക്ക് കയറി വന്നു. പന്നിയുടെ പടം കണ്ടതേ. ഏതാണ്ട് പകുതിയോളം നമ്മൾ നടന്ന് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അത്രത്തോളം തന്നെ പോകാനുണ്ട്.
ഇതിലാ പന്നി കഴിഞ്ഞിട്ട് താഴെ ഉള്ളത് കള്ളനല്ലേ? പടച്ചവനെ, കള്ളനും ഉണ്ടോ ഇതിനകത്ത്? കാട്ടുകള്ളന്മാരായിരിക്കും. പൊന്ന് കാട്ടുകള്ള, ഒന്നും ചെയ്തേക്കല്ല. ഇത്ര നേരവും നമ്മൾ ഇതുപോലത്തെ ഒരു വഴി കൂടെ ഇങ്ങനെ നേരെ വരുമായിരുന്നു. ഇനി നമുക്കിത് ശരിക്കും ഉള്ളിലേക്ക് കയറണം എന്നാണ് കാണിക്കണേ. എന്നാണേലും പോയി നോക്കാം. ഫസ്റ്റ് ഇവിടെ ആണെങ്കിൽ ഒരു വഴിയിൽ മരം വീണ് കിടക്കുന്നു. അപ്പുറത്തോടെ ക്രോസ് ചെയ്ത് പോകാം, പക്ഷെ അവിടെയും തടസ്സങ്ങളാണ് മൊത്തം. കുറേ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും ഇതിനൊക്കെ വേരിനൊന്നും വല്ല കെൽപ്പില്ലാത്ത മരങ്ങളാന്ന് തോന്നുന്നു. ഈ വഴി പയ്യെ നടന്നു നോക്കാം. ഈ കാട്ടുകള്ളന്മാരുടെ കയ്യിൽ തോക്കൊക്കെ കാണും. അമ്മരിപ്പോൾ വെടി വെച്ചിടുമായിരിക്കും. എന്നിട്ടായിരിക്കും അടുത്തുനിന്ന്. അതിനെന്നാ മോഷ്ടിക്കാനും ആകെ ഈ ഫോണുണ്ട്. ഇതിൽ നടക്കുമ്പോൾ ഭയങ്കര വഴുക്കലാട്ടോ. ഭയങ്കര വഴുക്കലെന്ന് പറഞ്ഞാൽ ഇതെന്നാ ഇത് മണ്ണാണോ? ഇതിൻ്റെ സാധനങ്ങളൊക്കെ ജീർണിച്ചിട്ടെ ഒരു സൈസ് ഇതിലാണ് കിടക്കുന്നത്. എന്നാന്നുണ്ടെങ്കിലും മനുഷ്യൻ അല്ലെങ്കിൽ മൃഗം എന്തൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. മൃഗത്തിൻ്റെ കാൽപ്പാടാണോ? മൃഗത്തിൻ്റെ കാൽപ്പാട്. ഇത് കറക്റ്റ് ഒരു മൃഗത്തിൻ്റെ കാൽപ്പാടാ. വലിയ ആൾക്കാർ കൊണ്ടുവന്ന പട്ടിയുടെ കാൽപ്പാട് പോയാൽ മതിയായിരുന്നു. ഇന്നും നമ്മൾ വന്നിട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ആ സ്ഥലത്ത് ഒരു ശകലവും കൂടിയുള്ളൂ കാര്യം പറഞ്ഞാൽ. പക്ഷെ കുറേ നമ്മൾ ട്രൈ ചെയ്താലല്ലാതെ നമുക്ക് പോകാനായിട്ടുള്ള നല്ലൊരു വഴിയോ ഇതൊന്നും കാണിക്കുന്നില്ല. എനിക്ക് ഇപ്പോൾ വീഴാൻ പറ്റിയല്ലോ, അതറിയാലോ. കാലിന് ചെറിയ സീനുള്ളതുകൊണ്ടേ. അപ്പം ഇതിലങ്ങ് കുത്തനെ അങ്ങ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വഴുക്കലാണ്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും പറ്റി കിടന്നാൽ തന്നെ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ കാണില്ല. ഈ ഒരു വ്യൂ കാണാനാട്ടോ നമ്മൾ അതിൻ്റെ ഇവിടെ വരെ വന്നത്. പക്ഷെ അവിടെ നിന്ന് ആ വഴി അടഞ്ഞു കിടക്കണം അങ്ങോട്ടേക്ക്. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ കറക്കോ കാണിക്കുന്നില്ല. അപ്പോൾ അതുപോലുള്ള സ്ഥലമൊക്കെ കയറി എനിക്ക് കാലിന് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കയറിയ വേദന വരും. മാത്രമല്ല വലിയ തെന്നി വീണിട്ടുള്ള നല്ല പണിയായിരിക്കും കിട്ടുന്നത്. പിന്നെ എന്നാന്നുണ്ടെങ്കിലും നല്ലൊരു ഫോറസ്റ്റിൽ കൂടെ നടക്കാൻ പറ്റി. നാട്ടിലെ ആ കൂപ്പിൽ പോണ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിലും ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. ഈ ഒരു കൂപ്പ് കൊണ്ട് നമ്മൾ ഹൈ റേഞ്ചിലൊരു വീട്ടിൽ പോയപ്പോഴത്തേനും ഇതുപോലത്തെ ഒരു നമുക്ക് എന്തോ ഒരു മാജിക്കൽ ഫ്രൂട്ടോ അങ്ങനെ എന്തോ പറഞ്ഞ് തന്നു. അതുപോലെ തന്നെയുണ്ട് ഏകദേശം കണ്ടിട്ട് കുറേ നാളായി. അത് കഴിച്ചാൽ നമുക്ക് എന്ത് സാധനം വെള്ളം കുടിച്ചാലും ഒക്കെ നല്ല മധുരം തോന്നിക്കും. ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവുകയില്ല ആ സാധനം ആണെന്നുണ്ടെങ്കിൽ. അതുകൂട്ട് എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഈ ഒരു വഴി കാണിക്കുന്നുണ്ട്. ആ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണക്കാം. ഏകദേശം ഇതേ ഒരു ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ പോണ സ്ഥലം ഉള്ളത്. അതിൽ സൈഡ് പറ്റി കയറിപ്പോയാലും ഭയങ്കരമായിട്ടുള്ള ചെരുവുകളിൽ കൂടെ വേണം നമ്മൾ കയറിപ്പോകാൻ. മൊത്തം ആ വഴുക്കലായിട്ട് കിടക്കുക. അല്ലേ നമ്മൾ ആ വഴി എങ്ങനെയെങ്കിലും കാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ കയറിപ്പോയാൽ. അത് നമ്മൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. നമ്മൾ ഓൾമോസ്റ്റ് നടന്ന് ദേ ആ ഒരു ഭാഗം വരെ എത്തിയായിരുന്നു. ദേ കാണുന്നതാണ്. ഇവിടെ നിന്ന് അതിൻ്റെ ഒരു ചെറിയൊരിത് കാണാം. ഇതിൽ വീഡിയോയിലൊന്നും കാണാൻ പറ്റിയാലായിരിക്കും. ചെറിയൊരു പൊട്ട് അവിടെ ആ ഭാഗത്ത് തുമ്പത്തായിട്ടാണ്. നമ്മൾ ഇതിലങ്ങ് കയറി ശരിക്കും അങ്ങ് കയറിപ്പോയി. ഏതാണ്ട് ആ അടുത്തെത്തിയതായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു സ്ലോപ്പ് എടുക്കാൻ അന്നേരം വിഷയമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം. നമുക്കിനി പോണ വഴിക്ക് എന്തെങ്കിലും കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റിയൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് കൊണ്ടുവന്ന് ഓറഞ്ച് കഴിക്കാം. വണ്ടി വരാൻ കുറച്ച് താമസം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ശാല ഇങ്ങോട്ട് കയറി ഒരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. ഇത് എന്താ പറയുക, കൃഷിയൊക്കെ ഉള്ള സ്ഥലം. പിന്നെ ആ കയ്യാണി ഇതിലിങ്ങനെ ഒഴുകി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. 1-2 മീൻ നമ്മൾ അതിനകത്ത് കണ്ടു കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ പോയതും അവൻ നമ്മുടെ കല്ലേമുട്ടിയൊക്കെ കയറി പോകുമ്പോൾ അങ്ങ് പാഞ്ഞ് മേളിലേക്ക് കയറിപ്പോയി. അതേപോലത്തെ ഒരു എന്താ പറയുക, മേളിലേക്ക് ഇതിനെയും അതിജീവിച്ച് പോണ ടൈപ്പ് മീനുകളാണെന്ന് തോന്നുന്നു ഇതിനകത്തുള്ളത്. ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കാൻ അടിപൊളിയാട്ടോ. ഒരു മനുഷ്യനില്ല. അന്യായ മധുരമുള്ള ഓറഞ്ച്. ഇന്നിപ്പോൾ എന്നാണേലും പോയിട്ട് എന്നാ പറയണേ, നമ്മൾ ആ കീഴാറൂത്തിന് പണ്ട് പോയതാ ഇതുപോലെയായിരുന്നു. വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കീഴാറൂത്ത്. അതിങ്ങനെ ഇതുപോലത്തെ കാടൊന്നുമല്ല, ശരിക്കും ആനയൊക്കെ ഉള്ള കാടാണ്. അതിൽ വേണം കയറി പോകാനായിട്ട്. ഞങ്ങളൊരു 4 പേരുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരൻ അന്ന് ഒരു മലഞ്ചെരുവിൽ നിന്ന് ഉരുണ്ട് താഴത്തേക്ക് പോയി. പിന്നെ എൻ്റെ ഒരു ഫോൺ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡിവൈസോ അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനം അങ്ങനെ ഞാൻ പറഞ്ഞാൽ അതുപോലെ സൂക്ഷിക്കണതാണ്. അപ്പോൾ അന്ന് എൻ്റെ ഒരു ഫോണും പോയി. പിന്നെ വേറൊരു കൂട്ടുകാരൻ്റെ ബൈക്കിൻ്റെ റിമ്മിന് എന്തോ പറ്റിയായിരുന്നു. അന്ന് മൊത്തം വിഷയമായിരുന്നു.
അന്ന് ചില്ലറ നഷ്ടമൊന്നും അല്ലായിരുന്നു ഉണ്ടായത്. പിന്നെ ആ ഉരുണ്ട് പോയവൻ്റെ നല്ല ഫോണായിരുന്നു അന്നത്തെ. ആ സാധനവും പോയി. അതിൻ്റെ ശരിക്കുള്ള ഗ്ലാസ് എല്ലാം പൊട്ടി, ഡിസ്പ്ലേ ഒക്കെ പോയി. നല്ല രസമായിരുന്നു. ഇന്നത്തെ പ്രയാണം പയ്യെ നമുക്കിവിടെ അങ്ങ് നിർത്താം. ഇനിയിപ്പോൾ ആകെപ്പാടെ നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ചൊവ്വാഴ്ച നമ്മൾ തെറിക്ക് വേണം. അത് കഴിഞ്ഞ് നമുക്ക് വേറെ കുറച്ച് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ദിവസം നമുക്ക് പിന്നെ നോക്കണം. ഒരു അടിപൊളി പരിപാടിയൊക്കെ പിടിക്കാനുള്ള പരിപാടിയുണ്ട്, അത് നോക്കണ്ട്.